ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളായിട്ടൊന്നുമില്ല, ഇടയ്ക്ക് വെച്ച് മറന്നു പോകേണ്ട ഓരോ കാര്യങ്ങൾ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടമുള്ളൊരു ദിവസം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേര് ആദ്യമായിട്ടാണ് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. കുട്ടിക്ക് 2ാമത്തെ ഡോസ് വാക്സിനേഷന് വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണല്ലോ, ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സങ്കടം. അപ്പോൾ രാവിലെ ഞാൻ കുഞ്ഞെണീക്കുന്നതിന് മുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ തീർക്കും കേട്ടോ. അതായത് കുളി, അലക്ക് കാര്യങ്ങളൊക്കെ തീർക്കും. അപ്പോൾ എന്നിട്ട് നേരെ വരുമ്പോഴത്തേക്കും പുള്ളിക്കാരി എണീറ്റിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് സമയം തന്നിരിക്കുന്നത് രാവിലെ 9 തൊട്ട് 12 വരെയാണ്. അപ്പോൾ വേഗം കാര്യങ്ങൾ ചെയ്യണം. ഒറ്റയ്ക്കുള്ളപ്പോൾ തന്നെ, അതായത് ഒറ്റയ്ക്കുള്ളിടത്തേക്കും പോകുമ്പോൾ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് പോകാറ്. അപ്പോൾ ഒരാൾ ഇവിടെ ഒരുക്കി തയ്യാറാക്കി പോകുമ്പോഴത്തേക്കും അങ്ങനെ തല്ലിപ്പടിച്ച് ഞങ്ങൾ 3 പേരും മറ്റേ സിനിമയിൽ, ഏത് സിനിമയാണ്, പറക്കുന്നിരിക്കുക, അതിൻ്റെ അകത്ത് കല്യാണ ചെറുക്കൻ ഇട്ടുണ്ടെങ്കിൽ വേഗം അവിടെ നിന്ന് ഇവിടുന്ന് ഒരാൾ ഡ്രസ്സ് ഇടിക്കുക, ഒരാൾ കണ്ണെഴുതുക, പൊട്ടുകുത്തുക, അങ്ങനെ 2 പേരും കൂട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സെറ്റായി കേട്ടോ. കറക്റ്റ് സമയത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റി. ഒരു 11 മണിക്ക് 11:30 സമയമായപ്പോഴത്തേക്കും നമ്മൾ തൊട്ടടുത്താണ് കേട്ടോ ആശുപത്രി. കുറച്ച് ദൂരമുള്ളൂ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോയത്. മഴയുണ്ടായിരുന്നു, പക്ഷേ ആ സമയം ഇപ്പോൾ കുടയൊന്നും എടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ചെറിയൊരു ചാറ്റിൽ പോലെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുഞ്ഞ് എണീക്കുമ്പോൾ തന്നെ ഞാൻ ഡൈപ്പർ ചേഞ്ച് ചെയ്യും കേട്ടോ. ഒരു ഫ്രഷ് മൈൻഡായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ട് പഴയ ഡൈപ്പർ മാറ്റി പുതിയതിട്ട് കൊടുക്കും. ഞാനപ്പോൾ അലക്കലും കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അച്ഛനായിരിക്കും കേട്ടോ ഡ്യൂട്ടി. കുഞ്ഞ് എണീക്കുകയാണെങ്കിൽ തന്നെ തട്ടി കൊടുത്ത് അച്ഛനായിരിക്കും ഓടി ഇരിക്കുക. അങ്ങനെ ചെയ്യും. നമ്മൾ കുത്തുവയ്പ്പ് എടുക്കുന്നതിന് മുമ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ആകെ തിക്കും കാര്യങ്ങളായിരുന്നു. അപ്പോൾ എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനമായി. കുഞ്ഞും അധികമൊന്നും കരഞ്ഞൊന്നുമില്ല. ഞാൻ കുത്തി വയ്ക്കുമ്പോൾ ഞാനായിരുന്നു എടുത്തത്. അത് കഴിഞ്ഞ് നേരെ അച്ഛൻ്റെ കൈ കൊടുത്തു കേട്ടോ. അച്ഛൻ്റെ കൈ കൊടുക്കുമ്പോൾ കുഞ്ഞിന് കരച്ചിലും കാര്യങ്ങളൊന്നും കുറവായിരിക്കും, പൊതുവേ കുറവാണ്. അങ്ങനെ ആശുപത്രിയുടെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ടീ ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ 2 ഫ്ലേവർ ഉള്ള വെള്ളം വാങ്ങിച്ച്, ഒന്ന് ലൈമും ഒന്ന് മാംഗോയും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അതേ മരുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ടാണ് ഉറങ്ങാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ മറ്റേ മരുന്ന് തന്നിട്ട് പാരസെറ്റമോൾ തന്നു. അതൊരു 4 നേരം ആയിട്ട് 0.5 തുള്ളി ആണ് കൊടുക്കാൻ പറഞ്ഞത്. അത് കൊടുത്തു. ഇനിയിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്തത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് പനിക്കാവോ? കഴിഞ്ഞ വട്ടം ചെറിയ ചൂട് പോലെ ഉണ്ടായിരുന്നു, നല്ല പനിയല്ല, ചെറിയൊരു ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പനിയും കാലുവേദനയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചേ, പക്ഷേ അതൊന്നും ഉണ്ടായില്ല കേട്ടോ. ആൾ നല്ല ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് രാത്രി കുഴപ്പമില്ലാണ്ട് വാശിയൊന്നും ഇല്ലാണ്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ദിവസം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. Bye.